ഹായ്. ലെമൺ സൊല്യൂഷൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആമുഖത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? BN റാവുവാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം BN റാവുവാണ്. ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഈ ആമുഖം എടുക്കുന്നത് ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ്. എന്താണ് ലക്ഷ്യപ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മൂന്നാമത്തെ സമ്മേളനം നടക്കുകയായിരുന്നു. ഈ സമയത്താണ് ലക്ഷ്യപ്രമേയം ആര് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. എന്താണ് ആമുഖം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന രൂപം എന്തൊക്കെയാണ് ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യമൊക്കെയാണ് എന്തിൽ പറയുന്നത്? ആമുഖത്തിൽ പറയുന്നത്. അപ്പോൾ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇതാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഇത് അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 ആമുഖം എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. അപ്പം ആമുഖം ഇങ്ങനെയാണ് ഉണ്ടാവുക: ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. അപ്പോൾ ഇതിൽ കുറേ ടേമുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? അതുപോലെ ഈ ആർട്ടിക്കിൾ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് ഏതാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ. ഓക്കെ. അപ്പം ഈ ആമുഖം ആരംഭിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. അഥവാ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, മലയാളത്തിൽ എന്ത് പറയും? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന പേരിലാണ് ആരംഭിക്കുന്നത്? ആമുഖം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ പരമാധികാരി, ഒരു രാജ്യത്തിലെ പരമാധികാരി ആര് തന്നെയാണ്? ജനങ്ങളാണ് എന്നാണ് പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ടേമുകളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ കണ്ടില്ലേ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, സോവറിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ടേമുകളാണ് സോവറിങ്, പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇതിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സോവറിങ്, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് ഇപ്പോൾ പ സ മ ജ റി, അപ്പോൾ പസമജറി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഓക്കെ. ഇനി ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി. ആമുഖത്തിൽ ഇതുവരെ ഒരു ഭേദഗതി വന്നിട്ടുള്ളൂ. 42ാമത്തെ ഭേദഗതിയാണ്. 1976 ഈ ഭേദഗതി. അത് നിലവിൽ വരുന്നത് 1977 ജനുവരി 3 ഈ ഭേദഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ പഠിച്ച കമ്മിറ്റിയാണ്, ആമുഖത്തിലെ മാറ്റം വരുത്തിയ ഭേദഗതിയെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് സൊരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഭേദഗതി വരുന്ന സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. ഈ 42ാം ഭേദഗതിയിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി എന്ന് ചോദിച്ചാലൊക്കെ 42ാം ഭേദഗതിയാണ്. ഈ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്തൊക്കെയാണ്? സോഷ്യലിസം, സെക്കുലറിസം, സ്ഥിതി സമത്വം, മതേതരത്വം, ഈ 2 വാക്കുകളും ഈ ഭേദഗതി പ്രകാരം ആഡ് ചെയ്തു. അതുപോലെ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യം മാത്രമായിരുന്നു. ഈ ഐക്യത്തിൻ്റെ കൂടെ അഖണ്ഡതയും, അഥവാ യൂണിറ്റി, ഐക്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റിൻ്റെ കൂടെ അഖണ്ഡത, ഇൻ്റഗ്രിറ്റിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഒന്ന് സ്ഥിതി സമത്വം, മറ്റൊന്ന് മതേതരത്വം. മറ്റൊന്ന് ഈ ഐക്യത്തിൻ്റെ കൂടെ അഖണ്ഡതയും യൂണിറ്റിൻ്റെ കൂടെ ഇൻ്റഗ്രിറ്റിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. ഇനി ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നീതി അല്ലെങ്കിൽ ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മറ്റൊന്ന് സ്വാതന്ത്ര്യം, ലിബർട്ടിയാണ് അല്ലേ. ലിബർട്ടിയിൽ പറയുന്നത് എന്താണ്? ചിന്താ സ്വാതന്ത്ര്യം, ആശയ ആവിഷ്കാര സ്വാതന്ത്ര്യം, വിശ്വാസം,
ഭക്തി, ആരാധന, ഇതൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്ന് സമത്വം, ഇക്വാലിറ്റി, സ്ഥാനമാനങ്ങൾ, അവസരം. മറ്റൊന്ന് സാഹോദര്യം. അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജസ്റ്റിസ്, മറ്റൊന്ന് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി ഒക്കെ നമ്മൾ ഈ ആശയം എവിടുന്നാണ് കടമെടുക്കുന്നത്? ഫ്രാൻസിൽ നിന്നാണ്. അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവ സമയത്തെ മുദ്രാവാക്യങ്ങളായിരുന്നു ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മളെ അംഗീകരിച്ച തീയതി അഥവാ ആമുഖം അംഗീകരിച്ചത് 1949 നവംബർ 26 ആമുഖം അംഗീകരിച്ചത്. നേരത്തെ പറഞ്ഞത് ലക്ഷ്യപ്രമേയം അംഗീകരിച്ചൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്യപ്രമേയത്തിൽ നിന്നാണ് നമ്മുടെ ആമുഖം വരുന്നത്. ആമുഖം അംഗീകരിച്ചത് 1949 നവംബർ 26 നവംബർ 26 നിയമദിനമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ടും എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നുണ്ട്. അപ്പം ഈ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഈ ആമുഖം എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത് മലയാളത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെയാണ്: ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തക്കും ആശയ പ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലും സമത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇതിൽ പറയുന്ന ഒരു ഡേറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. 1949 നവംബർ 26 ഭരണഘടനയിലെ ആമുഖത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ പല ആൾക്കാരും പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നതും ആമുഖമാണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും ആമുഖമാണ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ള. ഭരണഘടനയുടെ കീ നോട്ട് അല്ലെങ്കിൽ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പൽക്കി വാല. ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഇനി ഈ ആമുഖവുമായി ബന്ധപ്പെട്ട 2 കേസാണ്. ഒന്ന് ബെർബറി കേസ് 1960 ഇതിൽ പറയുന്നത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖത്തെ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇതിൽ പറയുന്നത്, ഈ കേസിൽ പറയുന്നത്. കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം. അങ്ങനെ 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ. അതുപോലെ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിരുന്നു മുകുന്ദ് രാമറാവു ജയങ്കർ. അഥവാ കംപ്ലീറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞതൊക്കെ ഇവരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ആമുഖവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. ഇത് എത്രത്തോളം പഠിച്ചെന്ന് വിലയിരുത്താനുള്ള എക്സാം നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടോപ്പിക് എക്സാം ബുക്ക് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിച്ച് ഓരോ ടോപ്പിക്കും ഇതുപോലെ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്ത 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിൽ കയറാം. ലാമൻ സൊല്യൂഷൻസ് എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലാമൻ ബുക്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പിക് എക്സാം പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ വിളിച്ചാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.